യെസ്, അതാണ് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം. എന്തു തന്നെയാണെങ്കിലും ഒരിക്കൽ കൂടി ചർച്ചയായി വരുന്ന സാഹചര്യമുണ്ടാകുന്നു. സൈബർ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീമതി ബിന്ദു അമ്മിണിയും ഒപ്പം VSP നേതാവ് അഡ്വക്കേറ്റ് അനിൽ വെളിയിലും ഇപ്പോൾ തത്സമയം ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ശ്രീമതി ബിന്ദു അമ്മിണി, താങ്കൾ നേരത്തെ തന്നെ ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കഴിഞ്ഞു. താങ്കൾക്ക് ബീഫ് ഇഷ്ടമാണ്, പക്ഷെ ബീഫും പൊറോട്ടയുമല്ല, ബീഫും കപ്പയുമാണ് ഇഷ്ടം എന്ന മട്ടിൽ ഉള്ള മറുപടി താങ്കൾ നൽകിയതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. NK പ്രേമചന്ദ്രന്റെ ഈ പ്രസ്താവനയെ പൂർണ്ണമായും താങ്കൾ തള്ളിക്കളയുകയാണോ? അതെ, തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MP ആണ്. ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റിലെ മെമ്പറായ ഒരു MP-ക്ക് ഭരണഘടന സംരക്ഷിക്കാനും അതില് ഗ്യാരണ്ടി ചെയ്യുന്ന അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഈ പറയുന്ന MP നടത്തിയിട്ടുള്ള പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ വിവാദമായിട്ടുള്ള ഒരു ചർച്ച ഉയർന്നു വരുന്നത്. അപ്പൊ പ്രേമചന്ദ്രൻ തന്നെ ചോദിക്കുന്നത് പോലെ മറ്റുള്ള പലരും പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ മാത്രം എന്താണ് പ്രശ്നമാകുന്നത് എന്നത് താങ്കൾ പറയുമ്പോൾ വളരെ താങ്കൾ ഇരിക്കുന്ന ആ ഒരു പോസ്റ്റിന്റെ വാല്യൂ, ഒരു മഹത്വം താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ ഇതൊരു മണ്ടത്തരമാണ്, അയാൾ പറയുന്ന ഒരു മണ്ടനാണ് എന്ന തരത്തിലാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ അതിൽ പിന്നീടാണ് എനിക്കത് കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത്. വളരെ ബോധപൂർവമായി സമൂഹത്തിൽ ഒരു കലാപം അഴിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനത്തിന് യോജിച്ചതല്ല. ഭരണഘടനയോട് പുലർത്തേണ്ടുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ മറ്റു പലരും പറയുന്നത് പോലെ ഇപ്പൊ CPM-നെതിരായിട്ടുള്ള ഒരു CPM ആക്രമണം അഴിച്ചുവിടുന്നതായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നില്ല. ഇതിവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ അത് വളരെ ഗൗരവതരമായിട്ട് ഇതിനെ കാണുകയും അയാൾ തെറ്റുതിരുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അതായത് താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു, അതായത് ഒരു കലാപശ്രമം എന്ന മട്ടിൽ തന്നെയാണ് ഈ പ്രതികരണത്തെ കാണേണ്ടത് എന്ന്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ പരാമർശത്തിൽ എനിക്ക് തോന്നുന്നത്. ഒന്ന്, ശബരിമല എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പവിത്രമായി കാണുന്ന ഒരിടമാണ്. അവിടെ നോമ്പ് നോറ്റ് വ്രതം അനുഷ്ഠിച്ചാണ് സാധാരണ വിശ്വാസികൾ മല കയറുന്നത്. അതിൽ ഈ ഭക്ഷണം എന്നത് പ്രധാനപ്പെട്ടതാണ്. ശബരിമലയ്ക്ക് പോകുന്നവർ സാധാരണ മത്സ്യമാംസ ആഹാരങ്ങളെല്ലാം ഒഴിവാക്കാറുണ്ട്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊന്നും മോണിറ്റർ ചെയ്യുവാനുള്ള സംവിധാനമില്ല. പക്ഷേ വിശ്വാസികൾ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ പാലിക്കാതെയാണ് താങ്കൾ ശബരിമലയിൽ കയറിയത് എന്നതാണ് NK പ്രേമചന്ദ്രൻ പറയുന്നതിൻ്റെ ഒരു വശം. മറ്റൊന്ന്, താങ്കൾ സ്വമേധയാ കയറുന്നുവെങ്കിൽ, അതായത് വിശ്വാസത്തിൻ്റെ പുറത്ത് കയറുന്നുവെങ്കിൽ പ്രേമചന്ദ്രൻ്റെ വാക്കുകൾ മല കയറിയത് എന്നാകണം. പക്ഷെ പ്രേമചന്ദ്രൻ പറഞ്ഞത് മല കയറ്റിയത് എന്നാണ്. മല കയറുന്നതും മല കയറ്റുന്നതും രണ്ടാണ്. കയറ്റുന്നത് ആരുടെയോ താല്പര്യം അല്ലെങ്കിൽ ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് പോയിന്റുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെ വരുന്നത്. ബീഫും പൊറോട്ടയും കൊടുത്ത് പ്രലോഭിപ്പിച്ച് രണ്ട് സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റി, അതും മുസ്ലിം നാമധാരിയായിട്ടുള്ള രഹ്ന ഫാത്തിമയുടെ പേരും എന്റെ പേരുമാണ് പറയുന്നത്. അതിന്റെ കൂടെ ബീഫും കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് ബീഫിനെതിരായിട്ട് നടക്കുന്ന കലാപങ്ങളും ആൾക്കൂട്ടക്കൊലകളും ഒക്കെ അറിവുള്ള ആളാണ് പാർലമെന്റ് മെമ്പറായിട്ടുള്ള പ്രേമചന്ദ്രന്. അല്ല, മുസ്ലിം താമധാരി എന്ന് പറയുമ്പോൾ രഹ്ന ഫാത്തിമ അത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നില്ലേ? ശ്രമം നടത്തിയിരുന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടില്ല എന്നുള്ളതാണ്. ബിന്ദു അമ്മിണിയും രഹ്ന ഫാത്തിമയും കൂടി പോയി പാലാ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. അവിടെ പോലീസുകാർ ഞങ്ങൾക്ക് താങ്കൾ ഈ മുസ്ലിം നാമധേയം എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എടുത്തു പറയണം, കാരണം അത് ബോധപൂർവം കൂട്ടിച്ചേർത്തതാണല്ലോ. ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് ഒരുമിച്ച് പോയത്. അപ്പൊ കനകദുർഗയുടെ സ്ഥാനത്തേക്ക് മുസ്ലിം നാമധാരിയായ രഹ്ന ഫാത്തിമയെ തിരികെ കയറ്റുന്നത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. ഇതിനകത്ത് രഹ്ന ഫാത്തിമ മുസ്ലിം മതവിശ്വാസം പിന്തുടരുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അത്തരത്തില് ബോധപൂർവമായിട്ടുള്ള ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് അണികളെ
അവരെ അതിലേക്ക് ഇറക്കി വിടുന്ന തരത്തിലേക്ക് വിശ്വാസി സമൂഹം എന്ന് അവർ പറയുന്ന അവരുടെ ഡെഫിനിഷനിലുള്ള ആളുകളെ കലാപത്തിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ഇവിടെ പ്രേമചന്ദ്രൻ ശ്രമം നടത്തിയിരിക്കുകയാണ്. അത് അപലപനീയമാണ്. അദ്ദേഹം അത് പിൻവലിക്കേണ്ടതാണ്. തീർച്ചയായും അതിന്റെ പൊളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനപ്പുറത്ത് താങ്കളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. താങ്കൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നതൊക്കെ താങ്കളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പറയുന്നത് പോലുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ല താങ്കൾ ശബരിമലയിലേക്ക് പോയത് എന്നുകൂടി പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് പോകുന്നത് ബീഫ് കഴിക്കാനല്ലല്ലോ. ബീഫ് ഇനി ഇവിടെ അതായത് കേരളത്തിൽ താങ്കൾ ബീഫോ അത്തരത്തിൽ മത്സ്യമാംസാദികളോ കഴിക്കാതെയാണ് ശബരിമലയിലേക്ക് പോയത് എന്നാണോ? അങ്ങനെയും താങ്കൾ അതിനെ എതിർക്കുകയാണോ? തീർച്ചയായിട്ടും ഭക്ഷണം എന്ത് കഴിക്കണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഇവിടെ ബീഫിനെതിരായിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയവും ഒക്കെ തന്നെ പ്രത്യേകിച്ച് ഒരു മതത്തിനെതിരായിട്ടൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്നിരിക്കെ തന്നെ എന്നെ സംബന്ധിച്ച്, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരുന്നില്ല. സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക, ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനത്തിനെതിരായിട്ട് കൂടിയാണ് ഞങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലക്ഷ്യം വേറെയാണ്. ശബരിമലയിലേക്ക് ഞങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇത് വളരെ തെറ്റായ അജണ്ടയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ കളവായ സ്റ്റേറ്റ്മെന്റുകൾ ബോധപൂർവം സൃഷ്ടിക്കുകയും അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എത്തുമ്പോൾ ഞാൻ മാത്രമല്ല മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഡിഫൻസ് എടുക്കുകയും ചെയ്യുന്നത് അത് ഒരു മണ്ടത്തരമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. ഇത് വളരെ പ്ലാൻ ഒരു അജണ്ടയായിട്ടാണ് കണക്കാക്കുന്നത്. ശരി, ഒരു കാര്യം കൂടി, ഈ ഞാൻ ചോദിച്ച രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, അതായത് താങ്കൾ കയറുന്നതും കയറ്റുന്നതും, ഇതിലിപ്പോൾ പ്രേമചന്ദ്രൻ പറയുന്നത് കോട്ടയത്തെ പോലീസ് ക്ലബിൽ നിന്ന് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച്, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് വഴി അവിടെ താമസിച്ചു എന്നാണോ എന്ന് എനിക്ക് ടെക്നിക്കലി അറിയില്ല. കോട്ടയത്തെ പോലീസ് ക്ലബിൽ നിന്ന് ബീഫും പൊറോട്ടയും കഴിച്ച ശേഷം പോയി എന്നുള്ളതാണ്. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് കോട്ടയം പോലീസ് ക്ലബിലെത്തി അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ ആയിരുന്നോ അന്ന് ശബരിമലയ്ക്ക് പോയത്? ശബരിമലയിലേക്ക് ഞാനോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളോ പോകുന്ന സമയത്ത് കോട്ടയം പോലീസ് ക്ലബിലും പോയിട്ടില്ല, പാലാ ഗസ്റ്റ് ഹൗസ്, ഈ രണ്ട് സ്ഥലവും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. കനകദുർഗയും ഞാനും. ഇനി രഹ്ന ഫാത്തിമയുടെ കാര്യം പറയാൻ ഞാൻ ആളല്ല. രഹ്ന ഫാത്തിമ പോയത് വേറെ സമയത്താണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയോട് ചോദിക്കണം. ഞാൻ കോട്ടയം പോലീസ് ക്ലബിലും പോയിട്ടില്ല, ഗസ്റ്റ് ഹൗസിലും പോയിട്ടില്ല. നടക്കാത്ത കാര്യം അയാളുടെ ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വിഷമാണ് സമൂഹത്തിലേക്ക് ഇൻജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിഷം സമൂഹത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ആളുകൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അയാളെ പുറത്താക്കണം, അല്ലെങ്കിൽ അയാൾ രാജിവെച്ച് പുറത്തു പോകണം. അതാണ് ശരിക്കും അയാൾക്ക് എന്തെങ്കിലും തരത്തില് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ജനങ്ങളാണ് അയാളെ തെരഞ്ഞെടുത്തത്, ജനങ്ങളോട് അയാൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഫോഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ട് ജനങ്ങളെ കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു കൊടും ക്രിമിനലിന്റെ ബുദ്ധിയാണ്. അപ്പൊ ആ ഒരു കൊടും ക്രിമിനൽ ബുദ്ധി പ്രയോഗിക്കേണ്ടുന്ന ഒരു പോസ്റ്റിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട MP പ്രേമചന്ദ്രൻ, അയാൾക്ക് തെറ്റിദ്ധാരണ വന്നതാണെങ്കിൽ മാപ്പ് പറയുക.